അനിൽ വിളയിൽ VHP നേതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽ വിളയിൽ, ഈ ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് PS പ്രശാന്തിൻ്റെ അറസ്റ്റാണ് ഇന്നിപ്പോൾ രേഖപ്പെടുത്തുന്നത്. താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനിയും അറസ്റ്റുകൾ നടക്കുമെന്ന കാര്യത്തിൽ? ഈ SITയുടെ നീക്കത്തെ പൂർണ്ണമായും സുതാര്യമായതാണ് ഇതിലുള്ളത് എന്നത് തന്നെയാണോ നിങ്ങളുടെ നിലപാട്? തീർച്ചയായിട്ടും ഈ ഭരണം മാറിയത് കൊണ്ടാണ് ഇപ്പോൾ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. കാരണം ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കൊള്ളകളുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ രണ്ടാമത്തെ കേസിന്റെ തുടക്കം തൊട്ട് തന്നെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ, നിങ്ങളുടെ ന്യൂസ് 18 ചാനൽ ഉൾപ്പെടെ ചർച്ചകളിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രതികളാണ്, പ്രശാന്ത് പ്രതിയാണ്, പ്രശാന്തിന്റെ ഭരണസമിതി പ്രതികളാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അക്കാലത്ത് പിണറായി സർക്കാർ ആയിരുന്നുകൊണ്ട് അന്വേഷണം ഒരു സ്വാഭാവികമായ മരവിപ്പിലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മന്ത്രിസഭ മാറി വന്നതുകൊണ്ട് SIT കൂടുതൽ ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതിന്റെ സൂചനയാണിത്. വളരെ ശുഭകരമാണ്. കാരണം തുടക്കം തൊട്ട് തന്നെ പ്രശാന്ത് പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ കയ്യിൽ ഒന്നും ഭയക്കേണ്ടതില്ല, എന്റെ കൈകൾ ശുദ്ധമാണ്, ഞാനൊരു പ്രതിയല്ല, ഒരു കാര്യത്തിലും ഞാൻ കുറ്റവാളിയല്ല, നേരത്തെ ചെയ്തിട്ടുള്ളവരാണ് കുഴപ്പക്കാർ എന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞതൊക്കെ തന്നെ. അത് തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അത് തെറ്റാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും SIT ഇപ്പോൾ കൃത്യമായ തെളിവുകൾ, നമുക്കറിയാമല്ലോ, ഒരു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പായി പാലിക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ടാകും. അല്ലാതെ അറസ്റ്റ് ചെയ്യില്ല. അജികുമാറും പ്രതിയാണ്. അജികുമാറും പ്രശാന്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അവിഹിതമായ ബന്ധമുണ്ടായിരുന്നു എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ന്യൂസ് 18 ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അജികുമാറിന്റെ സ്വന്തം സ്ഥലത്ത് വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. അത് അവിഹിതമായ ഒരു ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രം അല്ലെ അദ്ദേഹത്തിന്റെ സമുദായ സംഘടനയുടെ ക്ഷേത്രത്തിന്റെ നവീകരണം, അവിടെ 2-3 വ്യക്തികൾക്ക് വീടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചില പ്രതിഫലങ്ങളുടെ ഭാഗമായിട്ടാണ്. അത് ക്യാഷ് ഇൻ കൈൻഡും ക്യാഷായിട്ടും ഒക്കെ തന്നെ ഇവർ ധാരാളം പണം സമ്പാദിച്ചിട്ടുണ്ട്. ഇവരുടെ സ്വത്ത് വിവരത്തിനെ പറ്റി ഇവർ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് ഇവരുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു, നിലവിൽ എന്താണ് സാമ്പത്തിക സ്ഥിതി, ഇക്കാര്യങ്ങൾ കൂടി അന്വേഷിക്കുകയാണെങ്കിൽ കൃത്യമായ ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ഈ അറസ്റ്റ് പ്രശാന്തിൽ മാത്രമല്ല, അജികുമാർ ഉൾപ്പെടെയുള്ള ബാക്കി മെമ്പർമാരിലേക്ക് കൂടെ ഈ അന്വേഷണം പോകണം. എത്രയും പെട്ടെന്ന് ഈ അറസ്റ്റുകൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ചാർജ് കൊടുത്ത് ഇവരെ കൃത്യമായ രീതിയിൽ വിചാരണയ്ക്ക് വിധേയമാക്കി തുറങ്കലിൽ അടക്കിയാൽ തന്നെ വേണമെന്നാണ് എല്ലാ ഭക്തജനങ്ങളും ആഗ്രഹിക്കുന്നത്. അതായത് ഈ SIT തന്ത്രിക്കെതിരെ നടത്തിയ കണ്ടെത്തലുകളും നിങ്ങൾ ശരിവെക്കുകയാണ് അല്ലെ? ഇതിനകത്തൊരു കാര്യം ഞാൻ നേരത്തെ തൊട്ട് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായ തെളിവുകൾ ഉണ്ട് എങ്കിൽ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിനെന്തിനാണ് മന്ത്രിക്കൊരു നിയമവും തന്ത്രിക്കൊരു നിയമവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു നിയമവും ഒന്നും രാജ്യത്തില്ലല്ലോ. ഇന്ത്യയിലെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചുകൊണ്ട് ആര് കുറ്റം ചെയ്താലും അവരൊക്കെ തന്നെ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ അനാവശ്യമായി ആരെയും പ്രതിസ്ഥാനത്തേക്ക് വലിച്ചിഴക്കരുതെന്ന് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം അനാവശ്യമായി ഇത് ബാലൻസ് ചെയ്തു പോകാൻ, ഇത് രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഇതിനകത്ത് ഈ ഇവരും തന്ത്രിമാരും ഒക്കെ തന്നെ പ്രതികളാണ്. അതുകൊണ്ട് ഇതൊരു ബാലൻസ് ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് പ്രതിയാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായ തെളിവുകൾ ഉണ്ട് എങ്കിൽ യാതൊരു വിധമായ പ്രശ്നവുമില്ല. പൂർണ്ണമായും SITയുടെ അന്വേഷണത്തിന് ഞങ്ങൾ സഹകരിക്കും, അല്ലെ ഞങ്ങൾ പിന്തുണ കൊടുക്കും. അത് തന്ത്രിയെന്നോ മന്ത്രിയെന്നോ ബോർഡ് മെമ്പറെന്നോ ബോർഡിന്റെ പ്രസിഡന്റെന്നോ വ്യത്യാസമില്ല. പക്ഷെ കൃത്യമായിരിക്കണം അന്വേഷണവും തെളിവുകളും. ശരി, അനിൽ വിളയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. എന്തായാലും ഈ വിഷയത്തിൽ ഈ അറസ്റ്റുകളെല്ലാം പൊതുവിൽ അത്തരം ഹിന്ദു സംഘടനകളൊക്കെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് സാഹചര്യം. SIT കൂടുതൽ അറസ്റ്റുകളുമായി മുന്നോട്ട് പോകുമോ ഇനി എന്ന ചോദ്യമാണ്. ഒരേ സമയം ഇതൊരു അന്വേഷണ നീക്കത്തിനപ്പുറം ഇത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായ ചർച്ചകളും തുടർ നീക്കങ്ങളും ഒക്കെ ഏറെ പ്രസക്തമാണ് എന്ന സാഹചര്യം കൂടിയുണ്ട് എന്നതാണ് സാഹചര്യം. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എന്ത് എന്ന കാര്യം കൂടി നമുക്ക് അറിയാനാവും വരുന്ന മണിക്കൂറുകൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.